കെ സ്റ്റെഫിനിലേക്കാണ്. സ്റ്റെഫിൻ, തിരുവനന്തപുരത്തെ ഓണം അങ്ങനെ, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ സദ്യ, അത് പേര് കേട്ടതാണ്, കെങ്കേമമാണ്. തിരുവനന്തപുരത്തെ ഓണ വിപണി എങ്ങനെയാണ്? ചാല മാർക്കറ്റിലെ ഇന്നത്തെ തിരക്ക് എങ്ങനെയാണ്? എങ്ങനെയുണ്ട് വസ്ത്രവ്യാപാര സ്ഥാപനം, ടെക്സ്റ്റൈൽസിലൊക്കെ തിരക്ക് എങ്ങനെയുണ്ട്? തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത കുരുക്കുണ്ടോ? വൈകിട്ടത്തെ അന്തരീക്ഷം എങ്ങനെയാണ്? രതീഷ്, ഏതായാലും ഉത്രാടപ്പാച്ചിൽ അതിൻ്റെ ഉച്ചസ്ഥായിയിൽ എത്തിയെന്ന് തന്നെ പറയാം. അത്രയധികം തിരക്കാണ് നഗരങ്ങളിലെല്ലാം തന്നെ ഉള്ളത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിനോട് സമീപത്താണ് നമ്മളുള്ളത്. അവിടെ മഞ്ഞക്കോടിയുടെ കച്ചവടം മുതൽ വസ്ത്രങ്ങളുടെ, സ്വർണത്തിൻ്റെ എല്ലാം വലിയ കച്ചവടം തകൃതിയായി നടക്കുന്ന സ്ഥലമാണ് ഈ ഒരു പ്രദേശം. തൊട്ടപ്പുറത്ത് പുത്തരിക്കണ്ടത്ത് സർക്കസ് നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഗൃഹാതുര സ്മരണകളൊക്കെ ഉണർത്തുന്ന ഒരു സ്ഥലം കൂടിയായി തിരുവനന്തപുരത്തിൻ്റെ ഈ പ്രദേശം മാറുന്നു. നമുക്ക് ഈ ഭാഗത്തേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത്രയധികം തിരക്കാണ്. ഈ ഓണത്തിനും ആണ് കൂടുതൽ ഇങ്ങനെ കോടി, അല്ലേ? ഓണത്തിനുള്ള ഇതാണ്, കച്ചവടമൊക്കെ ഉണ്ട്. കച്ചവടം ഒരുവിധം ഇന്നുണ്ട്. നല്ല തിരക്കൊക്കെ വരുന്നുണ്ട്. എന്തായാലും വെയിലൊക്കെയാണ്, എന്നാലും വെയിലാണ്. വൈകുന്നേരം ആകുമ്പോൾ നല്ല തിരക്കുണ്ടാവും. രാവിലെയും നല്ല തിരക്കുണ്ടായി. രതീഷ്, ഏതായാലും അങ്ങനെ നല്ല രീതിയിൽ കച്ചവടം ഇങ്ങനെ പൊടി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ചാല മാർക്കറ്റിലും. ഒപ്പം തന്നെ ഈ പ്രദേശത്തെല്ലാം വഴിയോര കച്ചവടമായിക്കോട്ടെ, കടകളിലായിക്കോട്ടെ, പൂക്കച്ചവടമായിക്കോട്ടെ, അങ്ങനെയെല്ലാം. തിരുവനന്തപുരത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്നലെ വരെ തിരുവനന്തപുരത്തുണ്ടായിരുന്ന കുറേ ആളുകൾ ഇന്ന് മടങ്ങുകയാണ്. അങ്ങനെ ഒരു ദിവസം കൂടിയാണ് കാരണം ഇവിടെ വന്ന് താമസിക്കുന്നവർ, വിദ്യാഭ്യാസത്തിനായി വന്നവർ, അങ്ങനെ ഒരുപാട് പേർ മടങ്ങുന്ന കാഴ്ചകളുണ്ട്. അതുകൊണ്ട് തന്നെ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലുമൊക്കെ അത്തരത്തിലുള്ള തിരക്ക് വലിയ തോതിലുണ്ട്. വലിയ തിരക്ക് ഓരോ ബസ്സുകളിൽ നമുക്ക് കാണാം, ഇങ്ങനെ പോകുന്ന ബസ്സുകളിലെല്ലാം കാണാം. ഒപ്പം ഈ മാർക്കറ്റ് കൂടുതൽ സജീവമാകുന്ന കാഴ്ചകൾ ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായി ഓണത്തിൻ്റെ അവസാനഘട്ട ഒരുക്കങ്ങളിലാണ്? സാധനമൊക്കെ വാങ്ങിയോ? എല്ലാം വാങ്ങി. എന്തൊക്കെയാണ്? ചുമ്മാ വെറുതെ ഒരു പർച്ചേസിങ്, അത്രേ ഉള്ളൂ. ശരി, അങ്ങനെയുള്ള ഓണത്തിൻ്റെതായിട്ടുള്ള ഒരുക്കങ്ങൾക്ക് വേണ്ടി നമ്മളിങ്ങനെ ഇരുവശത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ കച്ചവടത്തിൻ്റെ ഒരു കാഴ്ചകൾ കാണാം. എല്ലാ വഴിയോര കച്ചവടമുണ്ട്. ഒപ്പം തന്നെ ആളുകൾ ഇങ്ങനെ ഒരുപാട് സ്ഥലത്തുനിന്ന് വന്നിറങ്ങി പച്ചക്കറികളായിക്കോട്ടെ, ഗൃഹോപകരണങ്ങളായിക്കോട്ടെ, അതൊക്കെ വാങ്ങുന്നതിന് വേണ്ടിയുള്ള ഒരു അവസാനവട്ട ഓട്ടത്തിലാണ് ഏതായാലും തിരുവനന്തപുരം നഗരം പ്രദേശമാകെ തന്നെ ഉള്ളത്. രാവിലെ മഴയൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം ഒന്ന് മാറി. മഴയൊക്കെ ഒന്ന് മാറി, ഇപ്പോൾ നല്ല വെയിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ സജീവമായി ഇനി ഏതായാലും വൈകുന്നേരത്തോടു കൂടി ഇവിടെ നിന്ന് മാറും എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാലാണ്ടോ മാലയും അങ്ങനെ മനോഹരമായ കാര്യങ്ങളൊക്കെയാണ്. എന്തുകൊണ്ട് கச்சோடம் தமிழ்நாடு சேலம் மாவட்டத்துலேருந்து வரோங்க. ஓணம் பண்டிகை முன்னிட்டு நாங்கள் 5 நாளைக்கு வருவோம். வந்து இந்த பண்டிகையை நாங்கள் சிறப்பாக வந்து எல்லாத்தையும் ஜனங்களோட நாங்கள் கொண்டாடுறதுக்கு வருவோம். வருஷம்னா வருவோங்க ஓணம் பண்டிகைக்கு. என்ன வந்தது சாரி வியாபாரம் கொண்டாடுறதுக்கு. நாங்களும் பத்மநாத சாமிக்கு தரிசனம் பண்ணுறதுக்கு, மகா கணபதி கோயில் தரிசனம் பண்ணுறதுக்கு நாங்கள் வருஷமே வருவோங்க. அப்புறம் கச்சோடம் வந்து இப்போ பரவாயில்லைங்க, ரொம்ப இதாக பரவாயில்லைங்க. ஜனங்களோட பழகுறது ரொம்ப இன்னும் சந்தோஷமா இருக்குதுங்க. உன்ன பேரு? என்ன எம் ரவிச்சந்திரன் சார். எல்லா வருஷமும் வரும். 12 இயராக வந்துட்டு இருக்கிறோங்க. ஜனங்களுக்கு சர்வ் பண்ண வர்றோங்க. நாங்கள் ஓனாக லூம் வச்சுருக்கிறோம். இந்த பூமி வந்து வருஷம் வந்து மதிக்கிறது. തമിഴ്നാട് சேலம் മാവട്ടം. സേലത്തുനിന്ന് വന്നതാണ് അദ്ദേഹം, രവിചന്ദ്രൻ. 12 വർഷമായി ഇങ്ങനെ വരാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം കൂടിയായി മാറുന്നു ഓണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. എവിടുന്നാണ് സാധനമൊക്കെ? കാലി കവറാണല്ലോ. കാലി കവറാണ്. വാങ്ങിക്കണം, സാധനങ്ങൾ വാങ്ങിക്കണം. എന്തൊക്കെ വാങ്ങണം? ഓണത്തിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. എവിടുന്നാ? കാച്ചാണി. ഇനി പച്ചക്കറി വാങ്ങിക്കണം, അങ്ങനെ പലവ്യഞ്ജനങ്ങൾ വാങ്ങിക്കണം, അതിനൊക്കെയുള്ള പോക്കാണ്. മഴ പെയ്യാതിരുന്നാൽ കുഴപ്പമില്ല. ഏതായാലും മഴയൊന്നും ഇല്ലാന്ന് തോന്നുന്നല്ലേ? രാവിലെ നല്ല അന്തരീക്ഷം. ഓക്കെ, ശരി, നടക്കട്ടെ. അങ്ങനെ ഏതായാലും കച്ചവടം ഇങ്ങനെ തകൃതിയായി നടക്കുന്നു. എന്തുകൊണ്ട്? എവിടുന്നാ? நான் ராமநாதபுரம் மாவட்டம்ண்ணா, பரம்பக்குடி. எப்பயும் வருஷம் தூரம் வருவோம். போன வியாபாரம் எங்களுக்கு நல்லா இருக்கு. எல்லா வருஷமும் வரும்? எல்லா வருஷமும் வரும். கழிஞ்ச 13 வருஷமா வருது. நல்லா இருக்கு, வியாபாரம் நல்லா இருக்கும். கச்சவடம் கிட்டும், நல்லா கச்சவடம் கிட்டும்ண்ணா, நல்லா இருக்கும். ഹായ്, ഹാപ്പി ഓണം. പേടിയാണ്. എവിടെ നിന്നാണ്? ഞാൻ പൗടി വേണം. എന്താണ് ഓണത്തിന്റെ ഒരു സാധനങ്ങളൊക്കെ വാങ്ങുന്നതിന് വേണ്ടി വാങ്ങിച്ചോ? ഞാൻ വാങ്ങിച്ചു, വൈഫ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങോട്ട് പറയും.
ശരി, അങ്ങനെ ഏതായാലും നടക്കുന്നു. വേണ്ട ചീപ്പ് മുതൽ ഇനി എല്ലാം ഈ ഒരു വഴിയോരത്ത് കിട്ടും. അതാണ് ഈ പഴവങ്ങാടി ഈ ഒരു തെരുവിൻ്റെ ഒരു പ്രത്യേകത കൂടി അതാണ്. നമ്മൾ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ പാട്ട് കേൾക്കാം, ആ ഓണം മൂടിൻ്റെ പാട്ട്. ഏതായാലും വലിയ സജീവമായി ഓണം മാറുന്നു. ഓണം വളരെ സജീവമാണ് വിപണികൾ. ഓണത്തിരക്കാണ് എല്ലായിടത്തും. ഉത്രാട പാച്ചിൽ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു മണിക്കൂറാണ് ഈ കടന്നു പോകുന്നത്. തിരുവനന്തപുരത്തുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. വലിയ തിരക്കനുഭവപ്പെടുന്നു, ഗതാഗത കുരുക്കുണ്ട്. അതേസമയം തിരുവോരത്തും മറ്റ് കടകളിലുമൊക്കെ വലിയ തിരക്ക് അനുഭവപ്പെടുകയാണ്. AK സ്റ്റെഫിനാണ് പഴവങ്ങാടിക്ക് മുന്നിൽ നിന്ന് കിഴക്കേക്കോട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.